നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ RSSന്റെ ആലിൽ കെട്ടിയെന്ന് SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ. വാളയാറിൽ നടന്ന വംശീയ കൊലപാതകം കൊല്ലപ്പെട്ട രാംനാരായണന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും കേരള പോലീസ് പ്രവർത്തിക്കുന്നത് സംഘപരിവാർ അജണ്ടയ്ക്ക് അനുസരിച്ചെന്നും PK ഉസ്മാൻ. ട്രെയിൻ യാത്രയ്ക്കിടെ കോയമ്പത്തൂർ സ്വദേശികളായ ദമ്പതികളുടെ ബാഗിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ അന്വേഷണ സംഘം കണ്ടെടുത്തു. കേസിൽ ഇതുവരെ ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത് 4 ഹരിയാന സ്വദേശികൾ. കുളപ്പള്ളി ചുവന്ന ഗേറ്റിലെ ഫർണിച്ചർ സ്ഥാപനത്തിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി അറസ്റ്റിൽ. ലക്കിടിയിൽ വാഹനാപകടത്തിൽ അമ്മയ്ക്കും 3 വയസ്സുകാരിയായ മകൾക്കും ദാരുണാന്ത്യം. അപകടം കുഞ്ചൻ സ്മാരക വായനശാലയ്ക്കു സമീപം രാവിലെ സ്കൂട്ടറിൽ ടോറസ് ലോറി ഇടിച്ച്. മരിച്ചത് തിരുവില്ലാമല കണിയാർക്കോട് സ്വദേശിനി ശരണ്യയും മകൾ ആദിശ്രീയും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ പിണറായി വിജയൻ RSSന്റെ ആലയിൽ കെട്ടിയെന്ന് SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ. വാളയാറിൽ നടന്നത് വംശീയ കൊലപാതകമാണെന്നും PK ഉസ്മാൻ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഉത്തരേന്ത്യയിലെ ആൾക്കൂട്ട കൊലപാതകത്തിനെതിരെ തെരുവുകൾ പ്രക്ഷുബ്ധമാവുന്ന കേരളത്തിൽ ആൾക്കൂട്ട കൊലപാതകം നടന്നിട്ടും നിശബ്ദത പാലിക്കുന്നതിനെതിരെ രംഗത്ത് വരണമെന്നും PK ഉസ്മാൻ ആവശ്യപ്പെട്ടു. വാളയാറിൽ നടന്നത് വംശീയ കൊലപാതകമാണ്. ആൾക്കൂട്ട കൊലപാതകത്തിൽ സ്വീകരിക്കേണ്ട സുപ്രീം കോടതി നിർദ്ദേശം പോലും വാളയാറിൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ കുറച്ചുകാലമായി സംഘപരിവാർ അജണ്ടയ്ക്കനുസരിച്ചാണ് കേരള പോലീസ് പ്രവർത്തിക്കുന്നത്. കുറ്റകൃത്യങ്ങളിൽ RSSനെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ തന്നെ RSSനെതിരെ സത്യസന്ധമായി വരുന്ന തെളിവുകൾ നിരാകരിക്കപ്പെടുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി വെള്ളാപ്പള്ളിയെപ്പോലുള്ളവർ പൊതുവേദികളിൽ വിദ്വേഷ പ്രസംഗം തുടരുമ്പോഴും ആഭ്യന്തര വകുപ്പ് നിസ്സംഗത പാലിക്കുകയാണെന്ന് PK ഉസ്മാൻ പറഞ്ഞു. വിദ്വേഷം വിതച്ച് വിളവെടുപ്പ് നടത്തുന്ന സംഘപരിവാറിൻ്റെ അജണ്ടയ്ക്ക് ആഭ്യന്തര വകുപ്പിനെ സ്തുതിപാഠകരാക്കി മാറ്റിയത് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായപ്പോഴാണ്. രാംനാരായണൻ്റെ കുടുംബത്തിന് നീതിപൂർവമായ സംരക്ഷണവും സഹായവും നൽകണം. രാംനാരായണൻ കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടാത്തതിന് പിന്നിലും അജണ്ടയുണ്ട്. സംഘപരിവാറിൻ്റെ ഭീഷണിക്കും ആഭ്യന്തര വകുപ്പിൻ്റെ അനാസ്ഥയ്ക്കുമെതിരെ കേരള മനസാക്ഷി ഉണരണമെന്നും PK ഉസ്മാൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ RSSന്റെ സെല്ല് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇടതുപക്ഷ നേതാക്കന്മാരും CPMന്റെ നേതാക്കന്മാരും പലപ്പോഴായി പറഞ്ഞിട്ടുള്ള ഒരു വസ്തുതയാണ്. അത് അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിൽ ഇടപെടലുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബീഹാറിൽ ഒരു ആൾക്കൂട്ട ആക്രമണം നടന്നാൽ, UPയിൽ ഒരു ആൾക്കൂട്ട ആക്രമണം നടന്നാൽ അതിനെതിരെ നമ്മുടെ തെരുവുകൾ പ്രക്ഷുബ്ധമാക്കുന്ന ഇടതുപക്ഷ സംഘടനകളും ഗവൺമെന്റും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ വളരെ പ്രതിഷേധമായി അതിനെതിരെ ശബ്ദിക്കുകയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അതിനെതിരെ പിന്നീട് പത്രപ്രവർത്തകരെ കാണുമ്പോഴൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയും ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങളും നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ അതിനിഷ്ഠൂരമായ ഒരു ബംഗ്ലാദേശിയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു ഇസ്ലാമോഫോബിക് ഉൾച്ചേർന്നിട്ടുള്ള ഒരു കൊലപാതകം നടന്നിട്ടും അതിനെതിരെ കുറ്റകരമായ നിസ്സംഗതയാണ് പാലിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. SDPI ജില്ലാ പ്രസിഡന്റ് സഹീർ ചാലിപ്പുറവും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലക്കിടി കുഞ്ചൻ സ്മാരക വായനശാലയ്ക്ക് സമീപം ടോറസ് സ്കൂട്ടറിലിടിച്ച് അമ്മയും കുഞ്ഞും മരിച്ചു. തിരുവില്ലാമല കണിയർക്കോട് മാണിയങ്ങോട് കോളനിയിൽ 29 വയസ്സുള്ള ശരണ്യ, മകൾ UKG വിദ്യാർത്ഥിനി 3 വയസ്സുള്ള ആദിശ്രീ എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 8 മണിക്കാണ് അപകടം. ശരണ്യയുടെ പിതൃസഹോദരൻ ഓടിച്ചിരുന്ന സ്കൂട്ടറിൽ പിന്നിൽ നിന്ന് വന്ന ടോറസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ശരണ്യയുടെയും ആദിശ്രീയുടെയും തലയിൽ ടോറസിന്റെ ചക്രം കയറിയിറങ്ങിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. സ്കൂട്ടർ ഓടിച്ചിരുന്ന മോഹൻദാസിനെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ട്രെയിൻ യാത്രയ്ക്കിടെ കോയമ്പത്തൂർ സ്വദേശികളായ ദമ്പതികളുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ കേസ്. 17.25 പവൻ സ്വർണ്ണാഭരണങ്ങളും അന്വേഷണ സംഘം പിടിച്ചെടുത്തു. കേസിൽ 4 ഹരിയാന സ്വദേശികളെ നേരത്തെ ഷൊർണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇനിയും പ്രതികളെ പിടികൂടാനുണ്ടെന്നും അന്വേഷണം നടന്നുവരികയാണെന്നും അധികൃതർ പറഞ്ഞു. നവംബർ 13-ന് ചെന്നൈയിൽ നിന്നും പട്ടാമ്പിയിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെയാണ് കോയമ്പത്തൂർ സ്വദേശികളായ സതീദേവി വാസുദേവൻ ദമ്പതികളുടെ ബാഗിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ സംഭവമുണ്ടായത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച മുൻപ് ഹരിയാന സ്വദേശികളായ ദിൽബാഗ്, ജിതേന്ദർ,
മനോജ് കുമാർ, രാജേഷ് എന്നീ 4 പ്രതികളെ ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികൾ മോഷ്ടിച്ച 17.25 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരിക്കുന്നത്. കവർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ദിൽബാഗിൻ്റെ വീട്ടിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുത്തത്. ഷൊർണൂർ റെയിൽവേ പോലീസ്, RPF എന്നീ വിഭാഗങ്ങൾ നടത്തിയ അന്വേഷണത്തിലാണ് സ്വർണ്ണാഭരണങ്ങൾ വീണ്ടെടുക്കാനായത്. ദിൽബാഗ് എന്ന ആളാണ് ലീഡർ. 2 പേര് എസ്കേപ്പായി പോയായിരുന്നു, ഒരു അജിത്തും ഒരു അശോകും. അവർ മുഖേന ഇവർ ദിൽബാഗിന്റെ വീട്ടിൽ ഇത് സൂക്ഷിച്ചിട്ടെന്ന് അറിയാൻ കഴിഞ്ഞു. പിന്നെ RPF ടീമും സ്റ്റേറ്റ് പോലീസിന്റെ ടീമും അവിടെ പോയി അവിടുത്തെ പോലീസിന്റെ സഹായത്തിൽ നമ്മുടെ ഇവിടുത്തെ റെയിൽവേയുടെ SP എല്ലാം ബന്ധപ്പെട്ടിട്ടാണ്, റെയിൽവേയുടെ IG, RPFിന്റെ IG എല്ലാം ബന്ധപ്പെട്ടാണ് നമുക്ക് അവിടെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത്. ആ ദിൽബാഗിന്റെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ സീസ് ചെയ്യാൻ പറ്റി. അതിവിടെ കൊണ്ടുവന്ന് ഉടമസ്ഥരെ കാണിച്ചത് അവർ ഇത് ഞങ്ങളുടെ സാധനമെന്ന് വ്യക്തത വരുത്തി. ട്രെയിൻ യാത്രയ്ക്കിടെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതുമായി ബന്ധപ്പെട്ട് സതീദേവി പറയുന്നത് എങ്ങനെ? അവിടെ ആകെ അങ്ങനെ ഹിന്ദിക്കാരായിരുന്നു. 4-5 പേര് ഭയങ്കര ബഹളം ഹിന്ദിയാണ് സംസാരിച്ചിരുന്നത്. അപ്പോൾ ഇറങ്ങാൻ നേരത്തെ എടുത്തുവെന്ന് ഞങ്ങൾക്ക് ഡൗട്ട്. ഞങ്ങൾ പെട്ടി 3 പെട്ടി ഉണ്ടായിരുന്നു, 2 പെട്ടി ഒരു ബാഗും ഉണ്ടായിരുന്നു. ആ സമയത്തായിരിക്കാം അവരെടുത്തത്, ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. അതോ ഞങ്ങൾ ഉറങ്ങുന്ന സമയത്താണോ പറയാറില്ല. സ്വർണം നഷ്ടപ്പെട്ട ദമ്പതികളായ സതീദേവിയെയും വാസുദേവനെയും തിങ്കളാഴ്ച ഷൊർണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം CI രമേശിൻ്റെ സാന്നിധ്യത്തിൽ മോഷണം പോയ സ്വർണ്ണാഭരണങ്ങൾ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. വീണ്ടെടുത്ത സ്വർണ്ണാഭരണങ്ങൾ ഇനി കോടതിയിൽ ഹാജരാക്കും. പട്ടാമ്പിയിലെ ബന്ധുവിൻ്റെ വീട്ടിലെ വിവാഹത്തിനായി പോകുന്നതിനിടെയാണ് സതീദേവിയുടെയും വാസുദേവൻ്റെയും ബാഗിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത്. യാത്രയ്ക്കിടെ ബാഗ് പിടിക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് ചിലർ അടുത്ത് വന്നിരുന്നതായും സതീദേവി പറയുന്നു. എന്നാൽ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ വിവരം അറിയുന്നത് താൻ ബന്ധുവീട്ടിലെത്തി ബാഗ് പരിശോധിച്ചപ്പോഴാണ്. പിന്നീട് സതീദേവി ഷൊർണൂർ റെയിൽവേ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ പിടികൂടിയ അന്വേഷണ സംഘത്തിന് ദമ്പതികൾ പ്രത്യേകം നന്ദി അറിയിച്ചു. കേസിൽ ഇനിയും ആളുകളെ പിടികൂടാനുണ്ടെന്നും അന്വേഷണം നടന്നുവരുന്നതായും CI രമേശും അറിയിച്ചു. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. കുളപ്പള്ളി ചുവന്ന ഗേറ്റിലെ ഫർണിച്ചർ സ്ഥാപനത്തിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട ഒരാൾ കൂടി അറസ്റ്റിൽ. തമിഴ്നാട് ധർമ്മപുരം സ്വദേശി 31 വയസ്സുള്ള പ്രഭു എന്ന പ്രഭാകരനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കവർച്ച കേസിലെ 3 പ്രതികളും അറസ്റ്റിലായി. സ്ഥാപനത്തിലെ വാഹനം, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ഗൃഹോപകരണങ്ങൾ എന്നിവ മോഷ്ടിച്ച സംഭവത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഈ കേസിൽ ഉൾപ്പെട്ട 3 പേരും അറസ്റ്റിലായി കഴിഞ്ഞു. പ്രത്യേക സ്ക്വാഡുകളായി നടത്തിയ അന്വേഷണത്തിൽ കോയമ്പത്തൂരിൽ നിന്നാണ് പ്രഭാകരനെ പിടികൂടിയത്. മഹേഷ്, മുത്തുകുമാരൻ എന്നീ 2 പ്രതികളെ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മോഷ്ടിക്കപ്പെട്ട ഭൂരിഭാഗം മുതലും പോലീസ് പ്രതികളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇൻസ്പെക്ടർ V. രവികുമാർ, സബ് ഇൻസ്പെക്ടർ ഷാജഹാൻ, ASI അനിൽകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീഷ്, CPOമാരായ സുജി, ശ്രീധർ, പ്രജിത, ASI സുഭദ്ര എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുളപ്പള്ളി സെൻട്രലിൽ നിന്നും IPT വരെയുള്ള പാതയിലെ തകർച്ച നേരിടുന്ന ഭാഗങ്ങളിലെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. PWD മെയിൻ്റനൻസ് വർക്കിൽ ഉൾപ്പെടുത്തിയാണ് കുഴികളിലെ ഓട്ടയടക്കൽ നടത്തുന്നത്. കുളപ്പള്ളി സെൻട്രലിൽ നിന്നും IPT വരെയുള്ള ഏകദേശം 2 കിലോമീറ്ററോളം ദൂരമാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. തിങ്കളാഴ്ച രാവിലെ മുതൽ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും തകർച്ച നേരിട്ട ഭാഗങ്ങളിലെ അറ്റകുറ്റപ്പണികളാണ് നടത്തുന്നത്. PWD വിഭാഗമാണ് വർക്കുകൾ നടപ്പാക്കുന്നത്. കുളപ്പള്ളി സെൻട്രലിൽ വലിയ തോതിൽ കുഴികൾ രൂപപ്പെട്ടതിനെ തുടർന്ന് വാഹനങ്ങൾ കടന്നുപോകാൻ ഏറെ പ്രയാസമായിരുന്നു. കുഴികൾ അടയ്ക്കുന്നതോടെ ഗതാഗതം സുഗമമാകും. അതേസമയം ഒരു ഭാഗം അടച്ചിട്ട് പ്രവൃത്തികൾ നടത്തുന്നതിനാൽ വാഹനങ്ങൾ പതുക്കെ മാത്രമേ കടന്നുപോകാൻ സാധിക്കുന്നുള്ളൂ. പ്രവൃത്തി ദിനത്തിലെ തിരക്കും ഏറെയാണ്. PWD മെയിൻ്റനൻസ് വർക്കിൽ ഉൾപ്പെടുത്തിയാണ് അറ്റകുറ്റപ്പണികൾ നടപ്പാക്കുന്നത്. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. പറളിക്കിണാവൂർ ചിമ്മിണിക്കാവിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് സൈക്കിൾ യാത്രക്കാരന് പരിക്ക്. നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച ശേഷമാണ് സൈക്കിൾ യാത്രക്കാരനെ ഇടിച്ചത്. ചെക്ക് പോസ്റ്റിൽ നിന്ന് മുണ്ടൂരിലേക്ക് പോകുന്ന റോഡിൽ തിങ്കളാഴ്ച രാവിലെയായിരുന്നു അപകടം നടന്നത്. പരിക്കേറ്റ സൈക്കിൾ യാത്രക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയിൽ വ്യാപാര സ്ഥാപനം കത്തിനശിച്ചു. ഞായറാഴ്ച അർദ്ധരാത്രിയായിരുന്നു സംഭവം. കടയിലുണ്ടായിരുന്ന ഫർണിച്ചർ ഉൾപ്പെടെ എല്ലാം കത്തിനശിച്ചു. 2 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കടയുടമ പറഞ്ഞു. കോട്ടായി പാറയിലങ്ങാടിയിൽ 10 വർഷമായി പ്രവർത്തിച്ചു വരുന്ന PKM സ്റ്റോറാണ് കത്തിനശിച്ചത്. പലചരക്കും ഫാൻസി ചെരുപ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങളും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പറയുന്നു.
കടയുടമ കോട്ടായി ഒതറോഡ് പനങ്കാവ് സ്വദേശി PM അസീസ് ഞായറാഴ്ച രാത്രി 9 മണിക്ക് കടയടച്ച് വീട്ടിൽ പോയതാണ്. രാത്രി 1 മണിക്ക് ഷട്ടറിനടിയിൽ കൂടി പുക ഉയരുന്നതും ചെറിയ പൊട്ടിത്തെറിയും കേട്ട പരിസരവാസികളാണ് കടയുടമ അസീസിനെ വിവരമറിയിച്ചത്. അസീസ് എത്തി ഷട്ടർ തുറന്നതും തീ ആളിപ്പടർന്നു. ഫ്രിഡ്ജ് ഉൾപ്പെടെ എല്ലാം കത്തി നശിച്ചു. കോട്ടായി പോലീസും നാട്ടുകാരും ചേർന്ന് ഏറെ പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. തൊട്ടടുത്ത കടയിലേക്ക് തീ പടരാതിരുന്നത് ഭാഗ്യമായി. ആകെയുള്ള ജീവിതമാർഗം അടഞ്ഞതിൻ്റെ ദുഃഖത്തിലാണ് അസീസും കുടുംബവും. 2.5 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടം സംഭവിച്ചതായി അസീസ് പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂരിൽ LDFിൻ്റെ നേതൃത്വത്തിൽ വിജയ് ആഹ്ലാദ റാലി സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു റാലി. SMB ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലിയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. വാദ്യമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി നീങ്ങിയ റാലി ഒടുവിൽ ടൗണിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. കൊറോണ കാലം കഴിഞ്ഞിട്ടും മനുഷ്യർക്കിടയിലെ അകൽച്ചയ്ക്ക് കുറവ് വരാത്തത് നിരാശാജനകമാണെന്ന് പ്രശസ്ത സൂഫി ഗായിക അനിത ഷെയ്ഖ്. നൃത്തരൂപങ്ങളുടെ അടിസ്ഥാനങ്ങൾ ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നതാണ് അഭികാമ്യമെന്നും നർത്തകി അശ്വതി പറഞ്ഞു. പാലക്കാട് പ്രസ് ക്ലബിൻ്റെ മീറ്റ് ദ ആർട്ടിസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. സ്റ്റുഡിയോ ആലാപനങ്ങളെക്കാൾ അനുഭൂതി ലഭിക്കുക ആസ്വാദകർക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോഴാണെന്ന് അനിത ഷെയ്ഖ് പറഞ്ഞു. വർഷങ്ങൾക്ക് സംഗീതത്തോടൊപ്പം വിവർത്തനം കൂടി കേരളത്തിൽ ആവശ്യമായിരുന്നെങ്കിൽ ഇന്ന് സൂഫി സംഗീതത്തിന് കേരളത്തിൽ ആസ്വാദകർ വർദ്ധിച്ചു. ലൗകിക ജീവിതത്തിൻ്റെ പ്രണയാക്ഷരങ്ങളാണ് സൂഫി സംഗീതം. സംഗീതശാഖയിൽ ശ്രേഷ്ഠമാണ് ഇത്. വേറിട്ട് സഞ്ചരിക്കുന്നതിൻ്റെ ഭാഗമായാണ് സൂഫി സംഗീതം തെരഞ്ഞെടുത്തതെന്നും കലയും സംഗീതവുമുള്ള രാജ്യമാണ് മാതൃകാപരമെന്നും അനിത ഷെയ്ഖ് പറഞ്ഞു. ഒരു കലാകാരി എന്ന നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. കാര്യം സിനിമ ഗാനങ്ങൾ നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ അത് വേറൊരു വൈബാണ്. ഇത് ശരിക്കും സംഗീതത്തെ സ്നേഹിക്കുന്ന, കലയെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, അതിന് വില കൽപ്പിക്കുന്ന ഒരു കൂട്ടം നല്ല ശ്രോതാക്കളുടെ മുന്നിലായിരിക്കും നമ്മൾ പരിപാടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വളരെയധികം ഗിഫ്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ പരിപാടി കഴിയുമ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റെസ്പോൺസ്, അതാണ് എന്നെപ്പോലുള്ള ഒരു കലാകാരി മുന്നോട്ട് നയിക്കുന്നത്. കാര്യം നമ്മൾ സിനിമ പാട്ടുകൾ ഒരുപാട് പാടുന്നു, സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നു, അതിൻ്റെ റെമ്യൂണറേഷൻ കിട്ടുന്നു, വരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള കോൺസേർട്സുകൾ ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു കലാകാരി എന്ന നിലയിൽ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അഭിനന്ദനം, അവരുടെ കണ്ണുകളിൽ നിന്നും അവരുടെ മനസ്സിൽ നിന്നും നേരിട്ട് കിട്ടുന്ന ആ ഒരു അഭിനന്ദനം, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത്. 15ഓളം ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന അനിത ഷെയ്ഖ് സംഗീത സംവിധാന രംഗത്തും മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. കോവിഡിന് ശേഷം സോഷ്യൽ മീഡിയയിലേക്ക് ചേക്കേറിയ യുവത്വം കലയ്ക്കും സംഗീതത്തിനും പരിഗണന നൽകുന്നില്ലെന്ന് പ്രശസ്ത നർത്തകി അശ്വതി ശ്രീകാന്ത് മീറ്റ് ദ ആർട്ടിസ്റ്റിൽ പറഞ്ഞു. കോവിഡ് കാലത്തോടെ പ്രശസ്തർ പോലും ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചു. ഓൺലൈനിന് സ്വീകാര്യത വന്നതോടെ നൃത്തരൂപങ്ങളുടെ അടിസ്ഥാനങ്ങൾക്ക് മൂല്യച്യുതിയുണ്ടായി. അടിസ്ഥാനം ഗുരുമുഖത്ത് നിന്ന് പഠിക്കേണ്ടതുണ്ട്. കാലത്തിനനുസരിച്ച് കലയിലും മാറ്റമുണ്ടാവുമെന്നും അശ്വതി പറഞ്ഞു. കച്ചേരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ട് 3 മണിക്കൂറൊക്കെ ആയിരുന്നു. എൻ്റെ അമ്മയൊക്കെ അവതരിപ്പിച്ചിരുന്ന 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ ആയിരുന്നു. ഇപ്പം അത് ചുരുങ്ങി 1.5 മണിക്കൂർ 1 മണിക്കൂറിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. പിന്നെ അത് ചുരുങ്ങോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ചെറുപ്പം കുട്ടികൾ കല അഭ്യസിക്കുമ്പോൾ ഒന്ന് അവരുടെ അച്ഛനും അമ്മമാരും കണ്ടെത്തുന്നത് കുട്ടികൾക്ക് ശരിക്കും ഇതിൽ വാസനയുണ്ടെങ്കിൽ അവരെ നല്ല ഗുരുക്കന്മാരുടെ അടുത്ത് അതിൻ്റെ അന്തസത്ത നഷ്ടപ്പെടാതെ പഠിപ്പിക്കാൻ സാധിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കുക, അവർക്ക് അങ്ങനെയുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക. MT വാസുദേവൻ നായരുടെയും കലാമണ്ഡലം സരസ്വതിയുടെയും മകളായ അശ്വതി 6 വയസ്സു മുതൽ നൃത്തവേദികളിൽ സജീവമാണ്. ഭർത്താവും നർത്തകനുമായ ശ്രീകാന്തും മീറ്റ് ദി ആർട്ടിസ്റ്റിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സത്യപ്രതിജ്ഞയ്ക്ക് പിറകെ ശുചീകരണ യജ്ഞവുമായി ഗ്രാമപഞ്ചായത്ത് അംഗം മണ്ണൂർ പഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പർ SJN നജീബാണ് സ്വന്തം ചിലവിൽ പാതിയോരം ശുചീകരിച്ചത്. മണ്ണൂർ ഗണപതിക്കാവ് വേലാഘോഷത്തിന് മുന്നോടിയായാണ് ക്ഷേത്രത്തിലേക്കുള്ള റോഡുകളിലെ
കാട്ടുചെടികൾ വെട്ടി ശുചീകരിച്ചത്. നാട്ടുകാരും ശുചീകരണത്തിൽ പങ്കാളികളായി. ശുചീകരണത്തിൻ്റെ ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം SJ നജീബ് നിർവഹിച്ചു. സേതുമാധവൻ, പി പ്രമോദ്, ജലീൽ, സൈതലവി, ഹരിദാസൻ, ഉണ്ണികൃഷ്ണൻ, നിഹാബ്, സരിത, സതീഷ്, പ്രദീപ്, OM മുരളി, മജീദ് തുടങ്ങിയവർ ശുചീകരണത്തിൽ പങ്കാളികളായി. ഇന്ന് നമ്മുടെ അടുത്ത 2 ദിവസം കഴിഞ്ഞിട്ട് വേലയുടെ ബന്ധിൻ്റെ മുന്നോടിയായിട്ട് ഇന്ന് റോഡിൻ്റെ ശുചീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉദാര മനസ്സ് നാട്ടുകാർക്കെല്ലാം പല കാര്യത്തിനും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ് അദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം ഈ വർഷം തൊട്ട് എല്ലാ വർഷവും ഇവിടെ അദ്ദേഹത്തിന് പീരീഡ് ഉണ്ടെങ്കിൽ ഇവിടെ ശുചീകരണം നടത്തും. ഇലക്ട്രിസിറ്റി എപ്പോൾ നമുക്ക് ഒരു ബൾബ് പോയി അപ്പം മൂപ്പ് റെഡിയാക്കും. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അപ്പം പിടിച്ചു പോകാൻ അപ്പം റെഡിയാക്കും. 4ാം വാർഡിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിലാണ് നജീബ് കന്നിയംഗത്തിൽ വിജയിച്ചത്. കഴിഞ്ഞ തവണ ഭാര്യ ഷഫീന നജീബായിരുന്നു പഞ്ചായത്ത് അംഗം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ 13ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തിരിതെളിഞ്ഞു. തലപ്പണ പരമേശ്വരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. സുഖം അന്വേഷിക്കുന്നവൻ, സന്തോഷം അന്വേഷിക്കുന്നവൻ, സമാധാനം അന്വേഷിക്കുന്നവർ, ഇതാണ് നമുക്ക് വേണ്ടത്. പക്ഷെ അത് കിട്ടുന്നുണ്ടോ? അത് കിട്ടുന്നില്ല. എത്രയോ കാലമായി നമ്മളൊക്കെ അങ്ങനെ തിരയാൻ തുടങ്ങിയിട്ട് അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ, ഇന്ന സ്ഥലത്ത് കിട്ടുമോ അപ്പുറത്ത് കിട്ടുമോ എന്നിങ്ങനെ നോക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇനിയിപ്പോൾ അധികം കാലം ഇല്ല തിരയാൻ, അല്ലേ? ഇത്രയെങ്കിലും ഒന്നും കാലമില്ല. ദേവരെ കിട്ടിയില്ല. എപ്പോഴൊക്കെയോ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം. എന്നാലും ഒരു തൃപ്തിയായിട്ടില്ല. അങ്ങനെ ആനന്ദം അന്വേഷിക്കുന്നവർക്ക്, മനസ്സിന് സമാധാനം അന്വേഷിക്കുന്നവർക്ക് ഈ കാലത്തുള്ള ഒരേ ഒരു മാർഗമാണ് ഈശ്വര ചിന്ത. ഞായറാഴ്ച വൈകിട്ട് ക്ഷേത്രം തന്ത്രി തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിപ്പാടാണ് ഭദ്രദീപം തെളിയിച്ചത്. താലത്തിന്റെ അകമ്പടിയോടെ യജ്ഞാചാര്യൻ തലപ്പണ പരമേശ്വരൻ നമ്പൂതിരിയെ വേദിയിലേക്ക് ആനയിച്ചു. കോഴിമാമ്പറമ്പ് ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴിമന നാരായണൻ നമ്പൂതിരി, സപ്താഹ സ്ഥാപക ട്രസ്റ്റി PC കൃഷ്ണരാജൻ രാജ, ക്ഷേത്രം മേൽശാന്തി നാരായണൻ എമ്പ്രാന്തിരി, വെളിച്ചപ്പാട് മറ്റ് ഭാരവാഹികളായ C പ്രേമലത, M സുകന്യ, KK ശങ്കരനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. 100ഓളം ജീവനക്കാരുടെ നേതൃത്വത്തിൽ ആഘോഷ റാലി ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ക്രിസ്മസിനോടനുബന്ധിച്ചാണ് ഷൊർണൂർ റെയിൽവേയിലെ മെക്കാനിക്കൽ വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇത്തവണ ക്രിസ്മസ് ആഘോഷം കെങ്കേമമാക്കിയത്. 100ഓളം വരുന്ന ജീവനക്കാർ തിങ്കളാഴ്ച രാവിലെ സ്റ്റേഷൻ പരിസരത്തു കൂടി ആഘോഷ റാലി സംഘടിപ്പിച്ചു. ദൈവപുത്രൻ പിറക്കുമെന്ന് ക്രിസ്മസ് പാപ്പയും റാലിക്ക് മാറ്റുകൂട്ടി. തുടർന്ന് കേക്ക് മുറിക്കലും മറ്റു ആഘോഷ പരിപാടികളും ജീവനക്കാർ ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ RSSന്റെ ആലിൽ കെട്ടിയെന്ന് SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ. വാളയാറിൽ നടന്ന വംശീയ കൊലപാതകം, കൊല്ലപ്പെട്ട രാംനാരായണന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും കേരള പോലീസ് പ്രവർത്തിക്കുന്നത് സംഘപരിവാർ അജണ്ടയ്ക്ക് അനുസരിച്ചെന്നും PK ഉസ്മാൻ. ട്രെയിൻ യാത്രയ്ക്കിടെ കോയമ്പത്തൂർ സ്വദേശികളായ ദമ്പതികളുടെ ബാഗിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ അന്വേഷണ സംഘം കണ്ടെടുത്തു. കേസിൽ ഇതുവരെ ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത് 4 ഹരിയാന സ്വദേശികൾ. കുളപ്പള്ളി ചുവന്ന ഗേറ്റിലെ ഫർണിച്ചർ സ്ഥാപനത്തിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി അറസ്റ്റിൽ. ലക്കിടിയിൽ വാഹനാപകടത്തിൽ അമ്മയ്ക്കും 3 വയസ്സുകാരിയായ മകൾക്കും ദാരുണാന്ത്യം. അപകടം കുഞ്ചൻ സ്മാരക വായനശാലയ്ക്ക് സമീപം രാവിലെ സ്കൂട്ടറിൽ ടോറസ് ലോറി ഇടിച്ച്. മരിച്ചത് തിരുവില്ലാമല കണിയോർക്കോട് സ്വദേശിനി ശരണ്യയും മകൾ ആദിശ്രീയും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകൾ രാത്രി 9-ന്. നന്ദി, നമസ്കാരം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ.